ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രിക്കാർക്ക് മിൽമയിൽ ജോലി നേടാൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് സെപ്റ്റംബർ 2 വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, യോഗ്യത, അതുപോലെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം, ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. ഇനി നമുക്ക് ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്, എത്ര ഒഴിവുകളുണ്ട് എന്ന് നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ MTE കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്ട്, ഇതിൽ ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇതിലും ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അടുത്തത് MIS സെയിൽസ് അനലിസ്റ്റ്, ഇതിലും ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അടുത്തത് ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് അഥവാ TSI, ഇതിൽ 5 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. കാസർഗോഡ്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, കൊല്ലം എന്നീ ജില്ലകളിൽ മൊത്തം 5 ഒഴിവുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 35 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി നമുക്ക് ഈ ഒരു ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ MTE കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്ട്, ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത MBA അല്ലെങ്കിൽ ക്ലയന്റ് ഫേസിംഗ് റോളിൽ പരിചയം, കൂടാതെ 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയിൽ ബിരുദം, കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് MIS സെയിൽസ് അനലിസ്റ്റ്, ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം, കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് അഥവാ TSI, ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത MBA അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ബിരുദം, കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ യോഗ്യതകൾ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഒഴിവുകളിൽ നിയമനം ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ MTE കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്ട്, ഇതിൻ്റെ ശമ്പളം 60,000 രൂപയാണ്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 30,000 രൂപ, MIS സെയിൽസ് അനലിസ്റ്റ് 25,000 രൂപ, ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് അഥവാ TSI, ഇതിന് ലഭിക്കുന്ന ശമ്പളം 2.5 ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ ശമ്പളം. അപ്പോൾ യോഗ്യരായ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും സെപ്റ്റംബർ 2 മുൻപായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. അപേക്ഷകൾ അയക്കേണ്ട അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും അതുപോലെ വിജ്ഞാപനത്തിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷകൾ അയക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവൻ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.